ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറായിട്ട് മംദാനി ഖുറാനിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അതേ ദിവസം തന്നെ ബംഗ്ലാദേശിൽ അവരുടെ തനിക്കോണം അവർ വീണ്ടും കാണിച്ചിരിക്കുന്നു. ഒരു ഹിന്ദുവായിട്ടുള്ള ഒരു പാവം 50 വയസ്സുകാരൻ, മധ്യവയസ്കനെ, അദ്ദേഹത്തിൻ്റെ പേര് കൊക്കേൻ ചന്ദ്രദാസ. ഈ ദാസന്മാർക്കൊന്നും അവിടെ രക്ഷയില്ലെന്ന് തോന്നുന്നു. ദാസിനെ തീ കൊളുത്തി ചുട്ടങ്ങോട്ടേക്കുക. പച്ചമരത്തിന് തീ കത്തിക്കുന്നത് പോലെ പച്ചക്കിട്ട് കൊല്ലുമെന്ന് കേരളത്തിലെ ഒരു വിഭാഗം പറഞ്ഞു നടന്നതുപോലെ അത് അക്ഷരാർത്ഥ ഹിന്ദു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഇടക്കിടാ തീ കത്തിച്ചു. പക്ഷേ ദൈവാധീനം ഉണ്ടായതുകൊണ്ടും ആയുസ്സുണ്ടായതുകൊണ്ടും ചന്ദ്രദാസ് അടുത്തൊരു പുഴ ഉണ്ടായതുകൊണ്ടും അതിലേക്കെടുത്ത് ചാടി തീ കെടുത്തി, അല്ലെങ്കിൽ ശവം ഭസ്മം വെണ്ണീറായിട്ട് മാറിയനെ. അത് കണ്ട് കൈയടിക്കുകയും ലഡ്ഡു പൊട്ടിക്കുകയും ചെയ്തതിനെ അവിടുത്തെ കാടന്മാർ എന്ന് തന്നെ അവരെ പറയാൻ പറ്റും. ഈദ് ഇമാൻ്റെ വംശത്തിൽപ്പെട്ട ആൾക്കാർ, അവർ മനുഷ്യഘാതകർ, വിശ്വാസഘാതകർ. എന്തിനാണ് ഈ ഹിന്ദുക്കളെ വീണ്ടും വീണ്ടും കൊന്നുകൊണ്ടിരിക്കുക? ഐക്യരാഷ്ട്രസഭ പറഞ്ഞു, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പറഞ്ഞു, ഇന്ത്യയും മുന്നറിയിപ്പ് കൊടുത്തു. അവരുടെ കാലിദാസയുടെ ചരമ ശുശ്രൂഷ ചടങ്ങ് പങ്കെടുത്തു. അതായത് ഖബറടക്കത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി വരെ പങ്കെടുത്തു. ഇന്ത്യ ആ രാജ്യത്തോട് അവരുടെ നേതാവിനോടുള്ള ബഹുമാനം കാണിച്ചിട്ടും യാതൊരു മാന്യതയുമില്ലാതെ നികൃഷ്ട ജീവികളെ പോലെ അവരിപ്പോൾ ഇന്ത്യക്കാരെ കൊല്ലുന്നതിലൊരു വിനോദമായിട്ട്. അതിൽ കാരണമുണ്ട് സാറേ. എന്തുകൊണ്ട് ദുബൈയിൽ ഹിന്ദുക്കൾ ധാരാളമില്ലേ? ദുബൈയിലുള്ള ഹിന്ദുക്കൾ ആരെങ്കിലും തീ കൊളുത്തി കൊല്ലുന്നുണ്ടോ? ഒറ്റയാൾ ബഹുമാനിക്കുന്നു. ഇന്ത്യ അതേപോലെ ധാരാളം ഗൾഫ് രാജ്യങ്ങളിൽ ആരെങ്കിലും ഹിന്ദുക്കളെ കൊല്ലുന്നുണ്ടോ? നെവർ. ഇനിയിപ്പോട്ടെ ഇറാൻ ഒരു മതമൗലിക രാഷ്ട്രമാണെന്ന് നമുക്കറിയാലോ, ഹിന്ദുക്കളെ കൊല്ലുന്നുണ്ടോ? ക്രിസ്ത്യാനിയെ കൊല്ലുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് ബംഗ്ലാദേശിൽ? അവിടെയാണ് കാര്യം. അതായത് ബംഗ്ലാദേശ് ഉണ്ടായപ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യക്കുള്ളിലെ മറ്റൊരു ഇന്ത്യയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മളൊരു രാഷ്ട്രത്തെ സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രത്തിന്റെ അതിരുകൾ സുഭദ്രമാക്കേണ്ട ചുമതലയുണ്ട്. നമുക്കറിയാമല്ലോ, ഇപ്പൊ ആ ചിക്കനൊക്കെ എത്ര വീതി വളരെ സെൻസിറ്റീവായ ഒരു ഏരിയ ആയിട്ട് മാറിയൊക്കെ പ്ലാനിങ്ങിന്റെ കുഴപ്പമാണ്. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്താലും അതിനെ സമ്മതിച്ചു കൊടുക്കുന്ന നെഹ്റുവിയൻ കാലഘട്ടത്തിലെ മണ്ടത്തരങ്ങളുടെ അവശേഷിപ്പാണ് ഇന്ന് അനുഭവിക്കുന്നത്. നമുക്ക് ചിന്തിക്കാം, പാകിസ്ഥാൻ എന്ന രാഷ്ട്രമുണ്ടായപ്പോൾ പാകിസ്ഥാനിലേക്ക് ഇവിടെയുള്ള മുസ്ലിങ്ങൾ പോവുകയും അവിടെയുള്ള ഹിന്ദുക്കൾ ഇങ്ങോട്ട് വരികയും ചെയ്തു. അന്നേ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങോട്ട് വന്ന ട്രെയിനുകളിൽ നിറയെ മൃതദേഹങ്ങളായിരുന്നു. ബോഗി നിറയെ ഹിന്ദുക്കൾ ആയിട്ട് ഇങ്ങോട്ട് പോരുന്നവരുടെ മൃതദേഹങ്ങളായിരുന്നു. അതിനുശേഷം ഈ ബംഗ്ലാദേശിന്റെ കാര്യം നോക്കാം. ബംഗ്ലാദേശിലെ ആ പ്രശ്നങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ ബംഗ്ലാദേശിനെ രൂപീകരിക്കുമ്പോൾ മ്യാൻമാറിന്റെ അതിര് ചേർത്ത് ഒരു രാഷ്ട്രമാക്കി അതിനെ കൊടുക്കാമായിരുന്നു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പല ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ഒരു ശരിയായ ഒരു അതിർത്തിയായിട്ട് അതിർത്തി രേഖ വരച്ചാൽ അപ്പുറത്ത് നിൽക്കുന്ന രീതിയിൽ ചെയ്യാമായിരുന്നു. അന്ന് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ ഇത്രയും ഇല്ല. തന്നെയുമല്ല, സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടമാണ്. ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കാൻ, കാരണം ഇന്ത്യയിൽ എതിർക്കാൻ ആരുമില്ല. ബ്രിട്ടീഷുകാർ മാത്രമാണ് ഈ ഡീലിൽ നമ്മൾ അവരുമായിട്ട് ചർച്ച ചെയ്യുന്നത്. ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം തരാൻ തീരുമാനിച്ചു. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ബംഗ്ലാദേശിനെ ഉണ്ടാക്കരുത്, അങ്ങോട്ട് മാറ്റി മ്യാൻമാറിന്റെ അതിര് ചേർത്ത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് എതിർപ്പില്ലായിരുന്നു. റാഡ്ക്ലിഫിന്റെ രേഖകളെല്ലാം സ്വർണ്ണ താലത്തിൽ വെച്ച് സ്വീകരിച്ച കോൺഗ്രസിന്റെ അന്നത്തെ മണ്ടത്തരത്തിൽ നിന്ന് തുടങ്ങുന്നതാണ് ഈ സംഭവം. പക്ഷെ എപ്പോഴൊരു ചോദ്യമുണ്ട്, ഇത്ര നാളും ബംഗ്ലാദേശിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോഴെന്തുകൊണ്ട്? അത് അടുത്തൊരു ചോദ്യമായിട്ട് വരാവുന്നതുകൊണ്ട് ഞാൻ അതിന് അഡ്വാൻസ് മറുപടി പറയാം. ബംഗ്ലാദേശിൽ പ്രശ്നമുള്ളതിന്റെ അടിസ്ഥാന കാരണം യഥാർത്ഥത്തിൽ ഹിന്ദു അല്ല, അല്ലെങ്കിൽ ഹിന്ദു വിരോധമേ അല്ല. ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അസ്ഥിരതയും ദാരിദ്ര്യവും അതോടൊപ്പം തന്നെ മതത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്ന ചില സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ളവർക്ക് അവിടെ പെട്ടെന്നുണ്ടായ സ്വാധീനവും കൊണ്ടാണ് ഇത് സംഭവിച്ചത്. പക്ഷേ ഒരു കാര്യം സംശയം ചോദിച്ചോട്ടെ. അതായത് അവാമി ലീഗിന്റെ കാലത്ത്, അതായത് അവർ ഭരിച്ചിരുന്ന കാലത്ത് അവിടെ പ്രതിശീർഷ വരുമാനം ഇന്ത്യയുടെ ആളോഹരി വരുമാനത്തെക്കാൾ കൂടുതലായിരുന്നു എന്നാണ് പറയുന്നത്. അല്ലേ? അപ്പൊ പിന്നെ അവര് ദാരിദ്ര്യം ഇപ്പോഴെങ്ങനെയാണ് അവരുടെ വരുമാനം? ഇപ്പോഴത്തെ അവസ്ഥയാണ് മോശമല്ലേ? തിയേറ്റർ ഓഫ് പോവർട്ടി ആയിട്ട് ഇപ്പൊ ഈ മോശമായപ്പോഴല്ലേ ഇത്? അല്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇത് പറയുമ്പോൾ നമ്മൾ വർത്തമാനകാലം മാത്രമാണ് പറയുന്നതെങ്കിൽ നമ്മൾ ചരിത്രത്തോട് കാണിക്കുന്ന വലിയ നീതികേടാണ്. അതായത് ബംഗ്ലാദേശ് രൂപീകരണത്തിന് ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള വംശഹത്യകൾ കൊണ്ട് ഓടിപ്പോന്ന ജനങ്ങളുടെ കണക്ക്
കോടിക്കണക്കിനാണ് ഇന്ത്യയിലേക്ക് പോന്നിട്ടുള്ള അവിടുത്തെ ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കളുടെ കണക്ക്. അതായത് നിർബന്ധിതമായ മതപരിവർത്തനം 19 കോടി എന്നാണ് അന്ന് ഞാൻ കേട്ടത്. 19 കോടി. അത് നമ്മളെ ഒരു ചരിത്രവും പഠിപ്പിക്കുന്നില്ല. നമ്മളിലെ അത്തരം കാര്യങ്ങളെ ഇല്ലേ കാശ്മീരിലെ പണ്ഡിറ്റുകൾ ഓടിപ്പോകുന്ന പോലെ അത്തരം കാര്യങ്ങൾ തമസ്കരിക്കുവാനാണ് ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ശ്രമിച്ചത്. അവിടെ പീഡനത്തിന്റെ ഒരു പരമ്പര തന്നെ നടന്നിട്ടുണ്ട്. ആ പീഡനത്തിന്റെ പരമ്പരകളിൽ അന്ന് ഭരിച്ചിരുന്ന കോൺഗ്രസ് ഗവൺമെന്റിന്റെ മൂക്കിന് താഴെ ചുറ്റും ഇന്ത്യയിൽ വളഞ്ഞു കിടക്കുന്ന ഒരു രാജ്യത്ത് ഇത് സംഭവിക്കുമ്പോൾ നമ്മൾ മൗനവ്രതത്തിലായിരുന്നുവെങ്കിൽ അവരുടെ അടുത്ത തലമുറയാണ് ഇന്ന് ഇതേ നിറസംശത മനുഷ്യക്കുരുതി അവിടെ നടത്തുന്നത്. ഇത് നടത്തുമ്പോൾ ഏതൊരു ഫോറത്തിലും പോകാതെ നേരിട്ട് നടപടിയെടുക്കാൻ ഇന്ത്യക്ക് പറ്റുമായിരുന്നു. കാരണം ഇന്ത്യയുടെ ജനങ്ങളാണ് ഇത്രയും കോടിക്കണക്കിന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ അന്ന് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഇതര മതസ്ഥരെ പുറത്താക്കാനുള്ള ഇച്ഛാശക്തി കാണിച്ചിരുന്നെങ്കിൽ ബംഗ്ലാദേശിന്റെ കണ്ണു തുറക്കുമായിരുന്നു. അതിർത്തികൾ ഭദ്രമാക്കിയിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നു. നരേന്ദ്രമോദി വരുന്നത് വരെ അവിടുത്തെ അതിർത്തി എന്ന് പറയുന്നത് നദിയിലൂടെ ഒന്ന് BSF ജോലി ചെയ്ത ആൾക്കാർ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു നദി കടന്നു കഴിഞ്ഞാൽ ഇന്ത്യയായി. അവിടെ ഫെൻസിങ് ഇല്ല, പട്രോളിംഗ് ഇല്ല. ഇനി പട്രോളിംഗ് ഉണ്ടെങ്കിലും അവിടേക്ക് നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് വരുന്ന ഈ ഒരു ഗവൺമെന്റ് പട്ടാളത്തെയും BSF-നെയൊക്കെ എങ്ങനെയാണ് നിയന്ത്രിച്ചിരുന്നത് എന്നതിന്റെ ഉദാഹരണമാണ്. അതായത് ഫെൻസിങ് കിടന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ബോർഡറിൽ നിൽക്കുന്ന BSF-കാരെയാണ് ഇവിടെ നിയോഗിച്ചിരുന്നത്. അവരിൽ നിന്ന് പണം വാങ്ങിയും ശരീരം വാങ്ങിയും, ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, ശരീരം വാങ്ങിയും പണം വാങ്ങിയും മദ്യം വാങ്ങിയും ഇന്ത്യയിലേക്ക് കടത്തി വിട്ടുകൊണ്ടിരുന്നു. കാരണം എന്താണെന്നറിയാവോ? ഈ ബംഗാൾ ഭരിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അവർക്കിതൊരു പ്രശ്നമല്ല, നിങ്ങൾ വരൂ സ്വീകരിക്കാം. ഇപ്പൊ കോൺഗ്രസ് അവര് വേലി പൊളിച്ചു കൊടുത്തു ഇങ്ങോട്ട് കടന്നു വരാൻ. കാരണം അവർക്ക് വോട്ട് ബാങ്കാണത്. അപ്പൊ രാജ്യസ്നേഹപരമായ താല്പര്യത്തോടുകൂടി ഭരണാധികാരികൾ ഭരിച്ചിരുന്നുവെങ്കിൽ ഈ ഗതികേടിലേക്ക് അവിടുത്തെ ഹിന്ദുക്കൾ പോകില്ലായിരുന്നു. അവിടുത്തെ ഹിന്ദുക്കൾക്ക് ഒരു അഡ്രസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമായിരുന്നു. അതിന് പകരം നമ്മൾ ഇവിടെ മുസ്ലിങ്ങളെ അടച്ചാക്ഷേപിക്കുകയല്ല ആദ്യം വേണ്ടത്. ഇന്ത്യയുടെ നയങ്ങളിൽ ആദ്യകാലത്തുണ്ടായ പാളിച്ചകളാണ്. ഞാൻ ചോദിക്കട്ടെ, സൗദി അറേബ്യയിൽ എന്തുകൊണ്ട് ഇത്തരം കൊല നടക്കുന്നില്ലെന്ന് ഞാൻ ചോദിച്ചു. നടക്കാത്തതിന് ഞാൻ അവിടുത്തെ ഭരണാധികാരികൾ വിധ്വംസക ശക്തികളെ അവിടെ പ്രവേശിപ്പിക്കുകയില്ല, അവര് അവിടുന്ന് പുറത്താക്കും. പാകിസ്ഥാൻകാരെ പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു. ഇവരെ ബംഗ്ലാദേശുകാരെയും അഫ്ഗാനിസ്ഥാൻകാരെ അവർ പുറത്താക്കിയ ചരിത്രമുണ്ട്. നോക്കൂ, ഇന്ത്യ എന്ത് നിലപാടാണ് ഇതേ സംബന്ധിച്ച് അന്ന് സ്വീകരിച്ചത്? ഒന്നും സ്വീകരിച്ചില്ല. ഇവിടെ ഇപ്പൊ ഇന്ത്യ ഒരു അതിശക്തമായ രാഷ്ട്രമാണ്. നമ്മൾ ഒരു ബംഗ്ലാദേശിൽ കലാപമുണ്ടാക്കി ആ കെണിയിലേക്ക് തലവെച്ച് കൊടുക്കാൻ അമേരിക്ക ഉണ്ടാക്കിയ ഈ നാടകത്തിൽ ഇന്ത്യ ചെന്ന് വീഴാതിരിക്കുന്നത് മറ്റു പല ഘടകങ്ങളും വെച്ചുകൊണ്ടാണ്. ആ ഘടകം എന്ന് പറയുന്നത് ബംഗ്ലാദേശിലേക്ക് ഇന്ത്യ സൈന്യത്തെ അയച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. അതിന്റെ അർത്ഥം നമ്മൾ സൈന്യത്തെ അയക്കുകയില്ലെന്നുള്ളതല്ല. സൈനികമായ സജ്ജമായ ഒരു നടപടിക്ക് തയ്യാറായ അതിർത്തിയിൽ നമ്മുടെ കമാൻഡോസ് ഉൾപ്പെടെയുള്ള ഏറ്റവും ശക്തമായ സൈനിക സംവിധാനം ഇപ്പൊ വിന്യസിച്ചിട്ടുണ്ട്. ആയുധങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബംഗ്ലാദേശിൽ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ജമാഅത്തെ ഇസ്ലാമിയെ അന്നത്തെ കാലത്ത് നമ്മളിലെ ദാവൂദിന്റെ ഓപ്പറേഷനിൽ പറഞ്ഞ പോലെ തന്നെ പാകിസ്ഥാനിൽ അയാളെ കണ്ടെത്തുകയും അയാളെ നശിപ്പിക്കുവാനും കൊല്ലാനുമുള്ള ശ്രമം നടത്തിയപ്പോൾ സ്റ്റോപ്പ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ ആ ഓപ്പറേഷൻ അബോട്ട് ചെയ്ത് ഇങ്ങോട്ട് തിരിച്ചു വിളിച്ച അതേ പണ്ടത്തെ നിലപാട് ഈ ബംഗ്ലാദേശിൽ വിധ്വംസക ശക്തികൾ ശക്തിപ്പെട്ടപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കാതിരുന്നു. കാരണം ബംഗ്ലാദേശിലെ ഷേഖ് ഹസീനയല്ലേ നമ്മുടെ കൂട്ടാളികളല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ പാമ്പിന് പാല് കൊടുക്കുന്നത് പോലെ അവർക്ക് ഭക്ഷ്യസാധനങ്ങൾ വില കുറച്ച് കൊടുക്കുന്നു, കടമായിട്ട് വൈദ്യുതി കൊടുക്കുന്നു, കണക്കെട്ട് കെട്ടി കൊടുക്കുന്നു, വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്. ഇല്ലേ? ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തു. അപ്പൊ ചെയ്തു കൊടുത്തപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പ്രതികരണമില്ല. അവിടുത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു സംവിധാനം പോലുമില്ല. അവിടുത്തെ ഹിന്ദുക്കൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി, പീഡനമേൽക്കുന്നവർ ഇങ്ങോട്ട് വരാൻ വേണ്ടി CAA നിയമം നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഇന്ത്യയിൽ എന്തായിരുന്നു ബഹളം? അതെ, ആലോചിക്കുക. അപ്പൊ അവർക്കറിയാം, നീയൊക്കെ ഇവിടെ കിടന്ന് നരകിച്ചാലും നിന്റെ മാതൃരാജ്യത്തേക്ക് പോകുന്നതിന് BJP കൊണ്ടുവന്ന നയത്തെ ബാക്കിയുള്ള എല്ലാ കക്ഷികളും ഇന്ത്യ മുന്നണി മൊത്തം എതിർക്കുകയാണ്. നീയൊക്കെ ഞങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെയാണ്. ഇനിയാണ് ചോദ്യത്തിലേക്ക്, എന്തുകൊണ്ട് അവിടെ ഹിന്ദുക്കൾ കൊല്ലപ്പെടുന്നു? ഹിന്ദുക്കൾ അവിടെ ഒരു സംഘടിത ശക്തിയല്ല. അതായത് ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ ഭരിക്കുന്ന പല സന്ദർഭങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് ഇസ്രയേൽ എങ്ങനെ ഇത്രയും രാജ്യങ്ങളുടെ ഇടയിൽ പിടിച്ചു നിൽക്കുന്നു? അവർ ശക്തമായ ആയുധ വിന്യാസം കൊണ്ടും മസിൽ പവർ കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. അവിടെ ഹിന്ദുക്കൾക്കത് സാധിക്കുമായിരുന്നു, അതവർ ചെയ്തില്ല. അവർ പരമ്പരാഗതമായിട്ടുള്ള ഇന്ത്യക്കാരുടെ സഹിഷ്ണുതയുടെ സ്വഭാവം കാണിച്ചു. അവരൊരു ശക്തമായിട്ട് ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് ജീവിക്കാൻ തയ്യാറായില്ല. അവർ തങ്ങളോടൊപ്പമുള്ള വിഷപ്പാമ്പുകളുടെ സ്വഭാവം എന്താണെന്ന് പഠിക്കുവാൻ അനുഭവം കൊണ്ട്
തയ്യാറായില്ല. കാരണം ഇപ്പൊ താമസിക്കുന്ന ഹിന്ദുക്കളുടെ പൂർവികന്മാര് പീഡനത്തിന്റെ പരമ്പര അനുഭവിച്ചവരാണ്. 28%, 30% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് 6-7% കുറഞ്ഞതെങ്കിൽ ഇവരുടെ തലമുറകൾ തന്നെ ഇതിന് സാക്ഷികളാണ്. അവരെ ഇപ്പൊ കൊന്നുകൊണ്ടിരിക്കുകയാണ്, വംശഹത്യ നടത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, ഗവൺമെൻറ് ഒഴികെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, BJP ഒഴികെ ഇതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ടോ? എന്നിട്ടാണ് എവിടെയെങ്കിലും ചെറിയ ചെറിയ സംഭവങ്ങൾ സാധാരണഗതിയിൽ ഏത് രാജ്യത്തും ഉണ്ടാകുന്നത് വരുമ്പോൾ അവർക്ക് വർഗീയ ലഹള, വർഗീയ പീഡനം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് ചില ആൾക്കാർ മുഖപ്രസംഗം എഴുതുന്നു, പ്രഭാഷണം നടത്തുന്നു. എന്നാൽ ഇതിലൊരു സംഭവമുണ്ട്. മോദിക്കെതിരെ ഉപയോഗിക്കാവുന്ന ഇന്ത്യയിലെ ഇന്നുള്ളതിൽ ഏറ്റവും നല്ലൊരു ആയുധമാണ് ബംഗ്ലാദേശിൽ പ്രശ്നം. ഇവിടത്തെ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അവരത് ചെയ്യാത്തതിന്റെ കാര്യമാണ്. ഇത്രയും നല്ല ആയുധം കിട്ടിയിട്ടും ആ വടിയെടുത്തവർ അടിക്കാത്തതിന്റെ കാരണം ബംഗ്ലാദേശിനെതിരെ സംസാരിച്ചാൽ ഇവിടത്തെ ന്യൂനപക്ഷ വോട്ട് ബാങ്കിന് അത് ഇഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ്. നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഒരു ആയുധം ഉപയോഗിക്കാൻ പോലും വർഗീയമായ ചിന്താഗതിയാണുള്ളതെന്ന് ഓർക്കുക. രാജ്യസ്നേഹമല്ല, അവരുടെ കസേരകളാണ് അവർക്ക് പ്രശ്നം. വാസ്തവത്തിൽ ഇന്ത്യ ചിലരുടേത് മാത്രമല്ലെന്നൊരു പത്രം തലക്കെട്ടോടുകൂടി എഡിറ്റോറിയൽ എഴുതി വെച്ചു. ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ഇത് പറഞ്ഞുകൂടെ? അവിടുത്തെ ഭരണഘടനയും സമാനമാണെന്നാണല്ലോ പറയുന്നത്, പട്ടാള ഭരണമല്ലാത്തപ്പോൾ. അവിടെ എന്താ പറയാത്ത? ഈ ബംഗ്ലാദേശ് ചിലരുടേത് മാത്രമല്ലല്ലോ എന്നെന്താ എഴുതാത്ത? ഒരു പത്രവും എഴുതാത്ത എന്താണ്? അപ്പോൾ അവിടെയാണ് ഇന്ത്യയുടെ സനാതനധർമ്മം എന്താണെന്ന് വ്യക്തമാകുന്നത്. ആ സനാതനധർമ്മം ഉള്ളത് കൊണ്ടാണ് ഇന്ത്യ ഒരു ബംഗ്ലാദേശായിട്ട് മാറാത്തതെന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടായാൽ നല്ലത്. ABC ന്യൂസിന് മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.